ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്. പാർട്ട് 2 ആദ്യ യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 ആദ്യ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വരുന്ന ലാസ്റ്റ് യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ 4ാമത്തെ യൂണിറ്റ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ചാപ്റ്റർ മിലേ സബ്കോ, ഒരു കവിതയാണ്. ആത്മാരഞ്ജൻ്റെ കവിതയാണ്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. നമ്മൾ കവിതയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് കവിതയുടെ മലയാളം അർത്ഥം എല്ലാം നോക്കും. അതുപോലെ തന്നെ അതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആക്ടിവിറ്റീസും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടങ്ങിയതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാരിസ് ദുനിയാക്കെ എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ പേര്. ഇക്കായി 4, അതായത് യൂണിറ്റ് 4 ആണ്. ആദ്യം തന്നെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. കവിതയാണ് മിലേ സബ്കോ, ആത്മാരഞ്ജൻ്റെ കവിതയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. बहुत ज़रूरी है कि मिले सबको उगने के लिए थोड़ी सी मिट्टी, बूंद भरी नमी, थोड़ी सी हवा और धूप, गिलने के लिए पकने के लिए थोड़ी सी आग. എന്താ പറയണത്? बहुत ज़रूरी है कि मिले सबको എന്താണ്? എല്ലാവർക്കും വളരാൻ എന്താവശ്യമാണ്? അല്പം മണ്ണ് ആവശ്യമാണ്. ഉഗ്നേക്കേലിയെ പറഞ്ഞാൽ വളരാൻ എന്നാണ് കേട്ടോ. വളരാൻ കുറച്ച് മണ്ണ്, അതായത് നമുക്ക് പിടിച്ചു നിൽക്കാൻ അല്ലേ, മണ്ണ് ആവശ്യമാണ്. ഒരു തുള്ളി ഈർപ്പം ആവശ്യമാണ്. അതുപോലെ തന്നെ പൂക്കാൻ അല്പം വായുവും ആവശ്യമാണ്. പിന്നെ സൂര്യപ്രകാശം വേണം. പിന്നെ അതുപോലെ തന്നെ പാകമാകാൻ അല്പം തീയും ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ആശയത്തിൽ നമ്മളിതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എന്താണെന്ന് പറയും. ഇതിൻ്റെ ആശയമോ അപ്രിസിയേഷനോ ഒന്നും അല്ല പറയണത്, വരികളുടെ അർത്ഥം മാത്രമാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ബഹുത് ജറൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ പ്രധാനം എന്നാണ് അർത്ഥം. ഞാൻ പറയാം. ബഹുത് ജറൂറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം. ഉഗ്നേ കേലിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരാനാണ് കേട്ടോ. വളരാൻ, അതായത് നമ്മൾക്ക് കുറച്ച് അതിൻ്റെ മീനിങ്, കറക്റ്റ് മീനിങ് തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഉഗ്നേ കേലിയെ മുളയ്ക്കാൻ വേണ്ടി എന്നുള്ളതാണ് ശരിക്കുള്ള മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം നിങ്ങൾക്ക് അറിയാലോ. മണ്ണ് വേണം, അതുപോലെ തന്നെ ഈർപ്പം വേണം, സൂര്യപ്രകാശം വേണം, വായു വേണം. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ്. പിന്നെ ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, വായു. ധൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശം, വെയിലെന്ന് പറയും. പിന്നെന്താ? ഓക്കെ, ആകെന്ന് പറഞ്ഞാൽ തീയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മീനിങ്സ് ഇവിടെ വേണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഈ പോയട്രി വായിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. 2 ചോദ്യങ്ങളുണ്ട്. അടുത്തത്, बहुत ज़रूरी है मिले सबको पंख और उड़ने के लिए गुला एक आसमान, उससे भी ज़्यादा ज़रूरी के मिले सबको जीने के लिए ज़मीन. എന്താ അർത്ഥം? അപ്പോൾ എല്ലാവർക്കും എന്ത് വേണം? ചിറകുകൾ വേണം അല്ലേ? എല്ലാവർക്കും ചിറകുകളും പറക്കാൻ തുറന്ന ആകാശവും ലഭിക്കേണ്ടതാണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളും ലഭിക്കണം. അതായത് തുറന്നൊരാകാശം, എല്ലാവർക്കും ജീവിക്കാനുള്ളതാണില്ലേ ഈ ഭൂമി. അപ്പോൾ ഗുലാ ഏക് ആസ്മാൻ, തുറന്ന ഒരു ആകാശം ആവശ്യമാണ്. പറന്നുയരാൻ ചിറകുകൾ ആവശ്യമാണ്. ഉസ്സേ ഭി ജ്യാദാ ജറൂരി കി മിലേ സബ്കോ ജീനെ കെ ലിയേ ജമീൻ, ഇതിനേക്കാൾ പ്രധാനമായിട്ട് എന്താണ് എല്ലാവർക്കും ലഭിക്കേണ്ടത്? മിലേ സബ്കോ, എല്ലാവർക്കും ലഭിക്കേണ്ടത് എന്താണ്? ജീവിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ ഭൂമി അല്ലേ? ജീനെ കെ ലിയേ ജമീൻ, നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ, താമസിക്കാൻ ഭൂമി ലഭിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനം. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്കിതിൽ 2 ചോദ്യങ്ങളുണ്ട്. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉഗ്നെ ഗിൽനെ പക്നെ അല്ലേ, से क्या तात्पर्य है ആണ് आंसर. उगने गिलने और पकने से तात्पर्य जीवन के विकास और पूर्णता के चरणों से है.
जैसे बीज को अंकुरित होने, फूल को गिलने और फल को पकने के लिए मिट्टी, पानी, हवा, धूप और आग की आवश्यकता होती है, वैसे ही मनुष्य को भी अपने जीवन में आगे बढ़ने, विकसित होने और पूर्णता प्राप्त करने के लिए अनुकूल परिस्थितियों और साधनों की आवश्यकता होती है. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഒരു പൂവിന് വിരിയാൻ, അതുപോലെ തന്നെ പഴത്തിന് ആവശ്യമുള്ള, അതായത് ഈ പറയുന്ന ചെടികൾക്ക് വളരാൻ മിട്ടി, അത് സോയില്, മണ്ണ്, വെള്ളം, അതുപോലെ വായു, വെയിൽ, ഇതെല്ലാം ആവശ്യമുള്ളതുപോലെ തന്നെ അതെല്ലാം അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണല്ലേ ഭൂമി തന്നെ. അതേപോലെ തന്നെ മനുഷ്യർക്കും എന്ത് ചെയ്യണം? അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇന്നർ മീനിങ് ആണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ്, മിലേ സബ്കോ പങ്ക് ഓർ ഉഡ്നെ കെ ലിയെ ഗുല ഏക് ആസ്മാൻ. എല്ലാവർക്കും ചിറകുകളും അതുപോലെ തന്നെ തുറന്ന ആകാശം, പറന്നുയരാനുള്ള ഒരു ആകാശവും വേണമെന്ന് പറഞ്ഞു. ഇസ്കാ മത്ലബ് ക്യാ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്കാ മത്ലബ് ഹേ കി ഹർ വ്യക്തി കോ അപ്നെ സപ്നോं को पूरा करने और आगे बढ़ने का समान അവസർ मिलना चाहिए. എല്ലാ മനുഷ്യർക്കും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും സ്വപ്നം സാക്ഷാത്കരിക്കാനും ഒരേപോലുള്ള അവസരങ്ങൾ നമ്മളുടെ ലോകത്ത് കിട്ടണം അല്ലേ? എല്ലാവർക്കും ഒരേ അവസരങ്ങൾ, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. ജैसे പക്ഷി को उड़ने के लिए पंख और गुला आसमान चाहिए. ഒരു പക്ഷിക്ക് പറന്നുയരാൻ ചിറകുകൾ അതുപോലെ തന്നെ തുറന്നൊരു ആകാശം ആവശ്യമുള്ളതുപോലെ തന്നെ മനുഷ്യർക്കും എന്ത് വേണം? അവസരങ്ങൾ ഈക്വൽ ആയിട്ട് തുല്യമായിട്ട് ലഭിക്കണം. वैसे ही हर इंसान को अपनी प्रतिभा दिखाने और जीवन में ऊंचाइयों तक पहुंचने की स्वतंत्रता और അവസർ മിൽനെ ചാഹിയേ. എന്താ പറയണത്? ഓരോ മനുഷ്യനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താനുമുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവസരങ്ങളും ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. സ്പീഡ് വളരെ കുറച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ പല വീഡിയോസിലും സ്പീഡ് കൂടിപ്പോയെന്ന് കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പീഡ് കുറച്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാ ക്യാ ചാഹി. ഇനി നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. ഇവിടെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അർത്ഥങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കാം. നെക്സ്റ്റ് വരുന്നത് പടേ ലിഖേ. ക്യാ ക്യാ ചാഹിയേ. മിട്ടി ഓർ ബൂന്ത് തന്നിട്ടുണ്ട്. ഹവ ഓർ എന്താണ്? ധൂപ്പ്. പങ്ക് ഓർ ആസ്മാൻ. അതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, ഹമേ ജീനെ കെ ലിയെ ക്യാ ക്യാ ചാഹിയേ. നമുക്ക് ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? പദസൂര്യക്ക് പൂർത്തി കരെ ടിപ്പണി ലിഖേ. മനുഷ്യർക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം? ഹവ, പാനി, കപ്പട, ആവാസ്, വായു, ആശ്രയ്, മക്കാൻ, ഗാന. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. എനിക്ക് അറിയാവുന്ന മാത്രമാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ടിപ്പണി ഉണ്ടാക്കണം. ടിപ്പണിയിലേക്ക് പോകാം. मनुष्य को जीवित रहने के लिए कुछ मूलभूत आवश्यकताएं होती है. इनमें हवा, पानी, भोजन, कपड़े और आवास शामिल है. हवा में मौजूद ऑक्सीजन जीवन के लिए अत्यंत आवश्यक है और भोजन शरीर को ऊर्जा और आवश्यक पोषक तत्व प्रदान करता है. पानी शरीर के कार्यों को सुचारू रूप से चलाने के लिए महत्वपूर्ण है. इसके अलावा कपड़े और आवास हमें बाहरी वातावरण से सुरक्षा प्रदान करते हैं. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ആക്ടിവിറ്റിയുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ജോഡേ ഓർ വാക്യ ലിഖേ. ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. ഉഗ്നെ കെ ലിയെ മിട്ടി ഓർ ബൂന്ത് ചാഹിയേ. ഈ 4 ബോക്സിലുള്ളതും കൂടിയിട്ട് ഫില്ല് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ, യോജിപ്പിച്ചാൽ മാത്രം മതി. അടുത്തത് ഗിൽനെ കെ ലിയെ ആണ്. ഗിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ്പ് ചാഹിയേ. नेक्स्ट, पकने के लिए थोड़ी सी आग चाहिए. उड़ने के लिए पंख और आसमान चाहिए. जीने के लिए ज़मीन चाहिए. അടുത്തത് കവിത से समान आशय वाली पंक्तियां चुनकर लिखे. जीवन में आगे बढ़ने के लिए क्षमता और आसमान की तरह गुला അവസർ मिलना चाहिए. ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് നോക്കാം.
बहुत ज़रूरी है मिले सबको पंख और उड़ने के लिए गुला एक आसमान. ഇതാണ് ഇതിന് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, जीने के लिए सबको ज़मीन मिलना ज़्यादा ज़रूरी है. आंसर, उससे भी ज़्यादा ज़रूरी कि मिले सबको जीने के लिए ज़मीन. नेक्स्ट, नमूने देके ऐसे जोड़े गोले से ढूंढकर लिखे. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത് ഫില്ല് ചെയ്താൽ മതി. എന്തൊക്കെയാണെന്ന് നോക്കാം. ബഡാ പേട്, ലാൽ ഗുലാബ്, डंडा पानी, हरा तोता, ऊंचा मकान. ओके. नेक्स्ट, ऊपर लिखे शब्दों के आगे और क्या क्या विशेषण जोड़ सकते हैं. ഇതല്ലാണ്ട് എന്തൊക്കെ വിശേഷണങ്ങൾ പറയാമെന്നാണ്. അപ്പോൾ പേടാണെങ്കിൽ പേടിനെ നമുക്ക് ബഡാ പേട് എന്ന് ഇവിടെ കൊടുത്തതുപോലെ പറയാം. ഹറാ പേട്, പച്ച എന്ന് പറഞ്ഞിട്ട് പറയാം. ഗുലാബ് റോസ് ആണ്. ഗുലാബിനെ ലാൽ ഗുലാബ്, സുന്ദർ ഗുലാബ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പാനി, ഡണ്ട പാനി, സാഫ് പാനി എന്ന് പറയാം. തോത്ത, ഹറ തോത്ത, സുന്ദർ തോത്ത. തോത്ത തത്തയാണ് കേട്ടോ, പാരറ്റ്, പച്ച കളറ്, പിന്നെ ഭംഗിയുള്ള തത്ത എന്ന് പറയാം, സുന്ദർ തോത്ത. മക്കാൻ, ഊഞ്ച മക്കാൻ, ബഡ മക്കാൻ, ഇങ്ങനെയും പറയാം. നെക്സ്റ്റ്, കവിത ക ആശയ ലിഖിയം. ഇനിയാണ് കവിതയുടെ ആശയം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമുക്കൊരു പേര് കൊടുക്കണം. നമുക്ക് കവിതയുടെ ആശയത്തിന് നമുക്ക് മിലേ സബ്കോ തന്നെ വേണമെങ്കിൽ പേര് കൊടുക്കാം കേട്ടോ. ഞാനത് എഴുതാൻ വിട്ടതാണ്. മിലേ സബ്കോ തന്നെ നിങ്ങൾ ഹെഡിങ് കൊടുത്തോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഈ കവിതയോടൊക്കെ ചേരുന്ന ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കൂ. മിലേ സബ്കോ എന്ന് തന്നെ ഞാൻ കൊടുത്തു. आत्मरंजन जी की कविता है मिले सबको. इस कविता में जीवन के लिए आवश्यक मूलभूत आवश्यकताओं की महत्व को दर्शाती है. ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ കാര്യമാണ്, മഹത്വമാണ് പറയുന്നത്. കവിത का शीर्षक मिले सबको जो इस बात पर जोर देता है कि जीवन को फलने फूलने के लिए कुछ बुनियादी चीज़ें सभी के लिए उपलब्ध होनी चाहिए. ജീവിതത്തിൽ നമുക്ക് ഉയരാനും ഗ്രോത്തിനും എന്ത് ആവശ്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ലഭിക്കേണ്ടതുണ്ട് അല്ലേ. कवि ने जीवन के लिए आवश्यक तत्वों की तुलना പ്രകൃതി के तत्वों से करता है. ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ആ ഒരു കമ്പാരിസൺ എന്തുമായിട്ടാണ് കവി നടത്തിയിരിക്കുന്നത്? പ്രകൃതിയിലെ വസ്തുക്കളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. जिस तरह एक पौधे को उगने के लिए मिट्टी, पानी, हवा और धूप की आवश्यकता होती है, उसी तरह हर व्यक्ति को जीवन में आगे बढ़ने के लिए कुछ बुनियादी चीज़ें चाहिए. എങ്ങനെയാണോ ഒരു ചെടിക്ക് വളരാൻ മണ്ണ്, വെള്ളം, വായു, വെയിൽ ഇതെല്ലാം ആവശ്യം, അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയരാനും കുറേ സാധനങ്ങളുടെ ആവശ്യമുണ്ട്, കുറേ കാര്യങ്ങൾ വേണം. ഇത് കാ ആണ് കേട്ടോ, വ്യക്തി എന്നുള്ളത് കാൻ്റെ പകുതിയാണ്, മിസ്റ്റേക്ക് വിചാരിക്കണ്ട. അപ്പോൾ ജീവിതത്തിൽ ഉയരാനും കുറേ സാധനങ്ങൾ വേണം എന്നാണ് പറയണത്. जिस तरह पक्षियों को उड़ने के लिए पंख और खुला आसमान चाहिए, उसी तरह हर इंसान को अपने सपनों को पूरा करने और आगे बढ़ने के लिए अवसर और स्वतंत्रता मिलनी चाहिए. അപ്പം എന്താ പറയണത്? എങ്ങനെയാണോ ഒരു പക്ഷിക്ക് പറന്നുയരാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഉടനേക്കിൽ സ്വാതന്ത്ര്യമല്ല, പറന്നുയരാൻ ചിറകുകളും അതുപോലെ ആകാശവും ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ആകെ മുന്നോട്ട് നടക്കാൻ, മുന്നോട്ട് ഗ്രോത്ത് വളരാനുമുള്ള അവസരങ്ങൾ ലഭിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കും ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ഇതിൻ്റെ ആശയമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസേഴ്സും കവിതയുടെ ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. അന്തമേ कवि कहता है कि इन सभी चीज़ों से भी ज़्यादा ज़रूरी है जीने के लिए ज़मीन. ये कविता सरल लेकिन गहरा संदेश देती है. जीने के लिए समान अवसर और बुनियादी संसाधन मिलने चाहिए. लास्ट कवि പറയുന്നു, ഈ എല്ലാ
സാധനങ്ങൾക്കും മേലെ നമുക്ക് ആവശ്യം, എല്ലാത്തിനും ഉപരി നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. ജീനെ കെ ലിയെ ജമീൻ, ജീവിക്കാനുള്ള ഭൂമി അല്ലേ. നമുക്ക് ഭൂമി ഉണ്ടെങ്കിൽ, നമുക്ക് ഭൂമി ഉണ്ടെന്നല്ല, നമ്മളെല്ലാവരും താഴെയല്ലേ, ആകാശത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീനെ കെ ലിയെ ജമീൻ, ഭൂമി ആവശ്യമാണ് ജീവിക്കാൻ എന്നാണ് പറയുന്നത്. അതാണ് എല്ലാത്തിനും ഉപരി വേണ്ടത്. ഈ കവിത സരൾ ലേക്കിൻ, ഈ കവിത ഒരു സിമ്പിൾ കവിതയാണ്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് തരുന്നു, വളരെ വലിയ മെസ്സേജുകൾ നമുക്ക് തരുന്നുണ്ട്. ജീനെ കെ ലിയെ സമാൻ അവസർ, ജീവിക്കാൻ തുല്യമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, അത് എല്ലാവർക്കും ലഭിക്കണം. ഇതാണ് കവി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇത്രയുമാണ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. ഇപ്പോൾ യൂണിറ്റ് 4 ആദ്യത്തെ ചാപ്റ്ററിൽ എല്ലാം കംപ്ലീറ്റ് ആയി, ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.